അല്ല നിങ്ങളൊന്ന് ഇരിക്കുവോ? അതിന് നിങ്ങൾക്ക് എന്താ തന്നെ ഇതന്നെ നിങ്ങളോട് ഇറങ്ങണ്ടായിരുന്നു. സെലിബ്രേറ്ററി ഡെയിലി ജിമ്മിന് പോണ ചിഞ്ചുവിന് 4 തീർക്കാമെന്നില്ല. ഇവളാണ് ഇനിയിപ്പോ തിന്നുമ്പോഴും മാസ്ക് ഊരാൻ പറ്റുമോ? എന്റെ പെണ്ണുങ്ങള് തിന്നുമ്പോ മാസ്ക് ഊരാൻ പറ്റുമോ? ഇതിപ്പോ പെണ്ണുങ്ങളോടല്ലെങ്കിൽ ഉണ്ടല്ലോ അഞ്ചുപാനക്ക് അല്ലെങ്കിൽ ഓട്ടേണ്ടി വരും, ഛർദിക്കാൻ വരും. നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ ഗായ്സ് അല്പസമയത്തിനകം ഗാലറിയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ടിഷ ബേബി അവതരിപ്പിക്കുന്ന കരച്ചിൽ. അങ്ങനെ ഗായ്സ് ഇജ്ജ് പോരുന്നുണ്ടോ? നടക്ക. ടിഷു ബേബി പോരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വാ, ചിരിച്ചാ നിക്കല്ലേ. ഏതാണ് ചിരി? പോരുന്നുണ്ടാ? മൊബൈലിന് തൊടാൻ പറ്റൂല. വാ പോന്നാണി. ഇവിടെ കുട്ടീനെ എടുത്തഞ്ഞ് ഷൂ ഇട്ടോ? ഷൂ വിട്ടാ മതി ഇബ്രാഹിമേ. ഷൂട്ടോ വേഗം പോയി ഷൂട്ടാ. പറഞ്ഞ കേക്കിട്ടോ വേഗം. എന്തിനാണ് എന്നെ കൊണ്ട് 10,000 ഉറുപ്പിക ചെലവാക്കിച്ചാണ്ട് ഷൂ വാങ്ങിച്ചേ? വേഗം പോയി ഷൂട്ടാ. നോക്ക് ഓൽക്ക് ഞാനേ വേറെ സാധാ പെരിയിലിടുന്ന ഡ്രസ് എടുത്തിക്കണ്. ഈ ഡ്രസ് ഊരിട്ട് ഇട്ടെടുത്തുങ്ങാണ്ട് ഇറക്കിയാ പോരെ വെള്ളത്തിക്ക്. അങ്ങനെ വെള്ളത്തിക്ക് ചാടുകയാണെങ്കിൽ ജീന് ഇട്ട് ഇറങ്ങുമ്പോളേ നിങ്ങളൊക്കെ പാടെ ഞാൻ ക്രോക്സ് ഡീച്ച് തരും. എന്തിനാടാ ഇത് പൊളിച്ചത്? എന്തിനാണ് ഈ ഷൂ ഒറ്റക്ക് ഇടാൻ നിങ്ങൾക്ക് അറിയില്ല? അവിടെ നിന്ന് ഇങ്ങനെ ചിലക്കണത് മൈക്കാന്റെ അടുത്താണ് കേട്ടോ. നമുക്ക് പോരാനായിട്ടില്ല ഇതുവരെ. ഞാൻ ഷൂ ഇടട്ടോ. അല്ല നിങ്ങൾ പോരുന്നുണ്ട് റാഷിദ? അറിയാത്തോണ്ട് ചോദിച്ചാണ്. അല്ല വണ്ടി എവിടെ? വണ്ടി വന്നിട്ട് വാതിൽ ലോക്കാക്കിക്കണോ? വണ്ടി വന്നാൽ അങ്ങനെ കാത്തിക്കണോ? ഇബ്രാഹിമേ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നോട് എന്റെ തള്ളനോടൊക്കെ പറയല് ഞാൻ കണ്ണട നാസായിക്കോട്ടോ. കുട്ടീനൊന്നും എടുക്കോ? ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നലെ ഊട്ടി പോയില്ലേ നമ്മള്. അപ്പൊ അത് സത്യം പറഞ്ഞാല് നമ്മളെ ഊട്ടി ട്രിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളെ മോൻറ്റി വ്ളോഗർ ഉണ്ടല്ലോ, റിച്ചൂസ് കിച്ചന്റെ. അപ്പൊ ഓലൊക്കെ തമ്മിൽ പ്ലാൻ ചെയ്തൊരു ഊട്ടി ട്രിപ്പ് ആയിരുന്നത്. റിസോർട്ട് നമ്മൾ ഇത് ചെയ്തതൊക്കെ. പക്ഷെ ഓനക്ക് എന്താ വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് പിന്നെ മോൻറ്റി വ്ളോഗർക്ക് പെട്ടെന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പൊ മോൻറ്റി ഇല്ലാതെ പിന്നെ ഞാനും മാൻ ഒറ്റക്ക് പറഞ്ഞാൽ പിന്നെ ഒരു പോക്ക് നടക്കൂലല്ലോ. അപ്പൊ ഞാൻ അതെന്താ അത് ഞങ്ങൾ ഫാമിലി ആക്കിയാണ് അങ്ങനെ പോയി. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ജയിലാണല്ലോ, പോണം കരുതി ആ വാശിയാണല്ലോ എനിക്ക്. ഞാൻ ഫാമിലി കൂട്ടിയിട്ട് പോയി. എന്നിട്ട് ഇപ്പം അതിൻ്റെ ഇതിൽ ഓല് ഇരിക്കുന്നിടത്തേക്ക് പോയാൽ ഓല അവിടെ നിന്നുകൊണ്ട് ചർച്ച ചെയ്യും. എന്ത് ഞാൻ പെണ്ണുങ്ങളാളാണ്, ഫാമിലിയാണ് ഫുള്ള്, പെണ്ണുങ്ങളപ്പാണ്, പെണ്ണുമ്മയാണ് ഇറങ്ങാണ്ട്. ഈ റാഷിദൊക്കെ കാരണമാണ് എനിക്ക് അങ്ങനത്തെ ചീത്തപ്പേര് തന്നെ. എന്ത് ഇതൊക്കെ പെണ്ണെട്ടിട്ട് പെണ്ണുങ്ങളാപ്പിളാണ് ഞാൻ. എന്നാ റാഷ് അത് കേട്ടിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അന്നെ ഞാൻ ശരിയാക്കി തരാം. എന്നാ ഞാൻ എൻ്റെ അമ്മ അടുത്ത് വാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അമ്മക്കടിക്കടി. അപ്പൊ എന്താ ഞാൻ ഈ പറയണത് എന്താ വെച്ചാല് അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു. ഇപ്പൊ ഇന്നലെ പോലെ വർത്താനം കൊണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒപ്പം വേറെ എവിടേക്കെങ്കിലും ഒന്ന് പോവുക, ഒരു ചെറിയൊരു ട്രിപ്പ് പോകുക അറിയാണ്ട്. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ എവിടേക്ക് പോവാണ്? ബീച്ചിക്ക് പോവാണ്, കൂട്ടായി ബീച്ചിക്ക്. ഞങ്ങളെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇബ്രാഹിം ഉണ്ട് വേദിയിൽ. ഇബ്രാഹിമേ അനക്ക് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നാലും കുട്ടീനെ നോക്കലാണ്. അങ്ങനെയൊന്നും എടുക്കല്ലേ, ശരിക്കെടുക്ക്. ശരിക്കെടുക്ക്, മേലക്ക് പോന്തേശേ. അതായത് കുഞ്ഞോളെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞത് ഇബ്രാഹിമാണ്. കാരണം കുട്ടീനെ നോക്കാൻ നല്ലൊരു സ്കൂളിലെ ദിവസം കുഞ്ഞോളെ ഇടങ്ങേറാണ് ഞാൻ കാണലുണ്ട്. അതായത് ഞാൻ സഹായിച്ചൊന്നുമില്ല അല്ലേ ഇബ്രോ? പക്ഷെ ഇബ്രു ഉണ്ടെങ്കിൽ ഇബ്രു നല്ലോണം സഹായിച്ചു നോക്കും ചെയ്യും. കാരണം ഓനെ ടിഷ ബേബിന്റെ ആളാണ് ഓന് അല്ലേ. ടിഷ ബേബിക്ക് ടിഷു ബേബിനെ കിട്ടിയ പിന്നെ ഓനക്ക് ടിഷു ബേബിക്ക് ഇബ്രുവിനെ കിട്ടിയ പിന്നെ ആരും വേണമെന്നില്ല. ഓൻ ചിലപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് ഇടങ്ങേറാക്കിയാണ്ടൊക്കെ ഈ കാര്യം എടുക്കുക. പക്ഷെ എന്നാലും ഓൻ മതി അല്ലേ. ഇബാ സെറ്റല്ലേ? ഞാൻ തുറക്കരുത് കേട്ടോ ആ ബോക്സ്. ഇനി തുറന്ന് ഞാൻ പൊട്ടിച്ചു. പിന്നെ നമ്മുടെ മാനും മോൻറ്റി വ്ളോഗറും ആണ് ഇനി ഉള്ളത് വരാനും. ഒരു രണ്ടാളും കാണാനല്ല.
മാന്റെ എന്താ ചെയ്യ റാഷിദ, ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഫാമിലിയാണ്. 3 മണി പറഞ്ഞിട്ട് ഓനെ അല്ല മോനിറ്റ് പറഞ്ഞ 2:30 നമുക്കുന്നാല് ആക്കെ ചില മാത്രല്ലേ ഉള്ളൂ. ഡയലോഗിലതിനേ ഓലെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആ ഏത് വാങ്ങിക്കണേ? പല ഷൂ ഒക്കെ ആ പോലെ കണ്ടിക്കണം കേട്ടോ. ഓക്കെ ടിഷുമ നീ പോവല്ലേ? പോകല്ലേ ടിഷുമ? ആക്കണ വണ്ടി വരുന്നുണ്ട് തോന്നുന്നു, അതാ വരുന്നേ. എടാ അബ്രു ഇവിടെ എന്നാ ഇഞ്ചി ചെരുപ്പ് രണ്ടും എടുത്താ, ഇഞ്ചി ചെരുപ്പ് എടുത്താ. എന്തേ മേത്താക്കണ്ട കേട്ടോ, ടീഷർട്ടിലും ഇതിലൊന്നും ആക്കണ്ട, വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ മേത്ത് തട്ടി സാരില്ല മേത്ത് തട്ടിച്ചണ്ട, വിട്ടു പിടിച്ചതാണെന്നോ. കായല്ല കാറ്. ആ ഇങ്ങോട്ട് വരും, എന്നാ ഇങ്ങോട്ട് നിന്നളി. ആ വെള്ളത്തിൽ ചവിട്ടണ്ട ഇബ്രാഹിമേ. അബ്രു ജിബ്രാനെ എന്ത് കാറ്? ആര് നിനക്ക് ആ വണ്ടി എന്നാ വണ്ടിക്ക് വെക്കും. പൊന്നു പേന്നു നിച്ചു എന്നൊക്കെ എഴുതിച്ചിരിക്കണം വണ്ടിമ്മേ. ഏതോ വിദ്യാഭ്യാസം ഇല്ലാത്ത മാൻ്റെ അടുത്തേക്കാരം. അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര ഇപ്പൊ സമയം എത്ര? ഞാനേ ജാനെ ഫിറ്റ് ആക്കാനാണ്, ചീത്തുള്ളതിനാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് റെഡി ആയി നിൽക്കണേ. കുഞ്ഞോള് വരെ കുഞ്ഞോളെ ഇവിടുന്ന് അറിയാണേ. മോൻറ്റി വ്ളോഗർ പറഞ്ഞീന് മോൻറ്റി വ്ളോഗർ പറഞ്ഞീന് 2:30 ആവുമ്പോ പോണെന്ന്. ഇപ്പൊ 2:30ക്കും കാണാലോ 3:30ക്കും കാണാലോന്ന് പറഞ്ഞു. അതെ അല്ല എന്റെ ഒരു ലിപ്സ്റ്റിക് ഇടലുണ്ടാണല്ലോ കുടുങ്ങിയ മനസ്സിൽ. പൗഡർ ഒക്കെ എടുത്തിട്ടില്ല. ഇനി ഒരു കാര്യം പറഞ്ഞു, ഞാൻ പെണ്ണുങ്ങളെ അപ്ലൈ ചെയ്യണേ ഫുള്ള് ഫാമിലിന്റെ ഒപ്പം ആണെന്നില്ല വർത്താനം ഇനി ചിലക്കരുത് കേട്ടോ. പിന്നെ ഇവിടെ ഗൈസ് മാസ്ക് ഒക്കെ ഇട്ടുകാണ്ടേ എന്താ മാന്റെ പുതുമണവാട്ടി പുതിയ പെണ്ണുണ്ട്. അതേപോലെ റിച്ചൂസ് കിച്ചൺ എന്താ വർത്താനോ? സുഖല്ലേ? ഒരാളിറങ്ങിയാലും പോട്ടെ 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 പോട്ടെ. കുട്ടികളെ മക്കളൊക്കെ കയറിക്കാണ്, ബാക്ക് പോട്ടെ, കുഞ്ഞോളൊക്കെ പോട്ടെ, എല്ലാരും പോട്ടെ, എല്ലാരും പോട്ടെ. വില കൊടുക്ക അല്ലടി ഇജ്ജ് വണ്ടി വിലങ്ങിടല്ലേ ചിഞ്ചോ. ഗൈസ് ചിഞ്ചൊക്കെ ജിമ്മിന് പോണ് ഗൈസ്. എല്ലാരും നാല് തെറി കമന്റ് അടിക്കും ചിഞ്ചുവിന്. 4 തെറി കമന്റ് ഇട്ട് കൊടുക്കും ചിഞ്ചുവിന്. ജിമ്മിന് ഡെയിലി ജിമ്മിന് പോണ ചിഞ്ചുവിന് 4 തെറി കമന്റ്. പൊടിച്ചാൻ കഴിയൂലേ ശിബില? അതെന്താ അങ്ങനെ വർത്താൻ എനിക്ക്? എന്താ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അപ്പൊ എന്തിനാണ് കഴിയൂലെങ്കിൽ വലിയ 88-ല് പോലേ ഒന്നായിട്ട് പോണ്ടോ? ഞാൻ തള്ളിത്തരാ ഇതേ. അല്ലേലും നിങ്ങൾ ജിമ്മിനല്ലേ പോണേ? അരിച്ചാല് ശ്രദ്ധിക്കട്ടോ. നീങ്ങടേ അല്ല ഞാനടി. അങ്ങനെ ഗായ്സ് നമ്മൾ അങ്ങനെ കൂട്ടായിലേക്കൊരു ട്രിപ്പിലെ മാനെ ബാങ്ക് കൊടുക്കണ്ടോ? അങ്ങനെ ഗായ്സ് ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. റോട്ടിക്ക് പോവാലി എന്താ പ്ലാന്? റോട്ടിക്ക് പോവേ കൊറേ ചായ കുടിക്കാം. ഇങ്ങോട്ട് പോര് വേഗം ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാവേ എവിടെ ചാടുന്നു മാടായിക്കൂടെ ചവിട്ടി പോര്. ആ റോട്ടിക്ക് നടന്നാണ്
അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ്. റോട്ട് നിങ്ങട്ട് നിൽക്കടാ. മാനെ പറഞ്ഞോളൂ. എന്താ കേട്ടോ ഇതെന്താണ് അങ്ങനെ പോണ്? അല്ല ചെങ്ങ ഈ നേരത്തിന് നമ്മൾ ആ ബീച്ചിലെത്തുമ്പോ എന്തായാലും ഒരു ചെങ്ങായി മറ്റേ കാറ്റാടി ബീച്ചല്ല, രാത്രി രസം പറഞ്ഞു. ആ രസം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റൂലെന്നുള്ളൂ. ഫോട്ടോ റോട്ടും വന്ന് എടുക്കാലോ. ആ ചെക്കന്മാരൊക്കെ വിളിച്ചാണ് കൊടുത്തളേ. എവിടെ ഇതിന്റെ ആള് വരും കേട്ടോ. അവിടെ പോയിരിക്കട്ടാ. അത് പോയിക്കോട്ടോ. ചായ അല്ലേ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ലൈം ഉണ്ട് അവിടെ. ലൈമല്ലേ ലൈമല്ലേ ബ്രോസ്റ്റോ പാടിരിക്കേ. അനക്കോ ഇത് നമ്മള് പോകണ്ടേ പോണ്ടേ? ലൈമല്ലേ കുഞ്ഞോക്ക് എന്താ? കോഫി മൈക്ക് അടിക്കാവനെ ലജ്ജ തൊള്ളിന്ന് ഓർക്കണില്ല, വെറുതെ മൈക്കും കുത്തിച്ച് നടക്കുക. പിന്നെ മോൻറ്റിക്ക് എന്താണ് ചായ? ചായ കുടിക്കാം. അനക്കെന്താണ് ലൈമ? ചായ കുടിക്കൂലല്ലോ. അനക്കെന്താ ചായ ലൈമ? കുഞ്ഞോക്ക് ചായ അല്ലേ? കോഫി. അപ്പൊ ഒരു കോഫി. എനിക്ക് ബൂസ്റ്റ്. മോൻറ്റിക്ക് ബൂസ്റ്റ് അല്ലേ? ആ അപ്പളേ 3 ബൂസ്റ്റ്. ആ അതിൽ ആ ബൂസ്റ്റിന്റെ മധുരം തന്നെ മതി കേട്ടോ. ബൂസ്റ്റിന്റെ മധുരം മതി, എക്സ്ട്രാ മധുരം ഓവർ ആഡ് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ 3 ലൈമ്. ആ പിന്നെ ഒരു കോഫി. അല്ല നിങ്ങളൊന്ന് ഇരിക്കുവോ? അതിന് നിങ്ങൾക്ക് എന്താ തന്നെ ഇതന്നെ നിങ്ങളോട് ഇറങ്ങണ്ടായിരുന്നു. എന്താണ് ഞാൻ അടിമുട്ടായി സെലിബ്രേറ്ററി ബാറ്ററി എന്ന് പറയണ കേട്ടി എന്താണെന്ന് മനസ്സിലായി. സെലിബ്രേറ്ററി. അപ്പൊ എനിക്ക് കോഫി ഇറങ്ങണേ. ഇവക്കൊന്നും പറഞ്ഞിട്ടില്ല. ഇവള് കൺഫർമേഷൻ തരാത്തോണ്ടാണ് മനെ പറയാത്ത. നിങ്ങളെ മാപ്പിളി നിങ്ങളെ ആലോചിച്ചിട്ട് കേട്ടില്ലേ കുഞ്ഞോളെ അപ്പൊ കോഫി വെക്കല്ലേ? അത് വേണ്ട പൂക്കുക. മോൻറ്റിക്ക് പറഞ്ഞല്ലേ? റിച്ചുവിന് എന്താണ് പറഞ്ഞത്? ജ്യൂസാണോ ലൈമാണോ എന്താ വേണ്ടിച്ച പറഞ്ഞിട്ടോ? പറഞ്ഞിട്ടില്ല. ഇല്ലല്ല പറഞ്ഞിട്ടില്ല. എന്ത് ബ്രോസ്റ്റ് അല്ല, ചിക്കന്റെ ചിറക് പൊരിച്ചതാ. അതാണോ വേണ്ടേ? ഇജ്ജ് തിന്നോ? ചിക്കന്റെ ചിറകുന്നോ? ചിക്കനെ മുട്ടാൻ പഠിപ്പിച്ചു തരണ്ടോ? ഞങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ എന്താണ് അത്. ബ്രോസ്റ്റ് തന്നെയാണ്. ഞങ്ങൾ കൊറേ തിന്നിക്കണം. തന്നെ ബ്രോ തന്നെ അയാള് പറ അത് ഞാൻ കൈ പിടിച്ചാൽ മതി. മാന എനക്ക് എന്താണ് വേണ്ട? എനിക്ക് ബ്രോസ്റ്റിന്റെ പീസ് മതി. ഓക്കെ ഇവിടെ ഒരു ലെഗ് പീസ് കൊടുക്കും. ലെഗ് കിട്ടോ? ജസ്റ്റ് കിട്ടും എന്റെ. അതിലാകെ ഒരു ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ. വിങ്സ് കട്ട് ചെയ്ത് കൊണ്ടുവരണം. ആ എന്നാ ഒറ്റ ഒന്ന് മതി. ഓക്കെ കൊടുക്ക്. ഓക്കെ എന്താ വേണ്ട ഇച്ചു ചോദിച്ചോക്ക്. ഓൾക്ക് കട്ട്ലറ്റ് മതി എന്നാ പറഞ്ഞത്. കട്ട്ലറ്റാ? വല്ല ഇതാക്കണ്ട, ഓവർ ബില്ലാക്കണ്ട. ഒരു കേൾക്കുന്നില്ലല്ലോ. ഇല്ലല്ല അത് അടുത്ത് കുടിച്ചു വരാം. ഒരു കേൾക്കുവോ? ഏതായാലും കൊട്ടാൻ ഞങ്ങൾ മറ്റേ കൊട്ടാൻ ഞങ്ങൾ ഗൾഫിൽ നിന്നിട്ടേ കട്ട്ലറ്റ് മേലെ കൊപ്പിച്ചല്ല അവിടെ ചോദി. എടി കുട്ടിക്ക് എന്താ വേണ്ടേ? അനക്ക് ബ്രോസ്റ്റ് വേണ്ടേ? ബ്രോസ്റ്റ് വേണ്ടേ? ചാളായിരിക്കോ? ജയ് ഇതും കൊണ്ട് പോയി കണ്ട എവിടെയെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും പറയും. ഇവിടെ ഇരുന്നോ? എല്ലാരും പിന്നെ ഓരോരുത്തന്നെ ഇരിക്കാൻ സ്ഥലല്ലേ ഇരിക്കണം എന്നില്ലേ? എല്ലാരും ഓരോരുത്തന്നെ ഇരിക്കണം എന്നില്ല അറിയാ. ഇവളാണ് ഇനിയിപ്പോ തിന്നുമ്പോഴും മാസ്ക് ഊരാൻ പറ്റുമോ? മാന എന്റെ പെണ്ണുങ്ങള്
തിന്നുമ്പോ മാസ്ക് വരാൻ പറ്റുമോ? അലർജിന്റെ കുഴപ്പമുണ്ടോ? അതാണ്, ഒന്ന് പോകുമ്പോ ആശുപത്രിയിൽ കാണിച്ചും ചെയ്യണം. അതുകൊണ്ടാണ് മാസ്ക് ഇടുന്നത്. വേറെ ഒന്നും അലർജിന്റെ പ്രശ്നമുണ്ട്. മാനേ 5-8 മാസമായിട്ട് അലർജിയാ. മാനവന്റെ പെണ്ണുങ്ങളെ സർപ്രൈസ് ആയിട്ട് കൊണ്ടടക്കുകയാണെന്നുള്ളൊരു ഇതുണ്ട്. ഇല്ല അങ്ങനല്ല, അതായത് യൂട്യൂബ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വ്ലോഗൊക്കെ തുടങ്ങി വൈറലാക്കാൻ വേണ്ടി അന്നും മാസ്ക് തന്നെ കയറോ. അന്നും മാസ്ക. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ അലർജി വരാണ്ട് ക്യാമറയിൽ. ഹിജാബിലെ മൊഞ്ചത്തിയോള് മാസ്കിനുള്ളിലെ മൊഞ്ചത്തിയാണ് പോലോള്. നല്ല മാസ്കിനുള്ളിലെ മൊഞ്ചത്തി. പെണ്ണുങ്ങളല്ലേ കാണൂല. നേരത്തെ ഞാൻ മാന്റെ അടുത്ത് മൈക്ക് കുത്തി കൊടുത്തിനി. ഞാൻ അവിടെ വ്ലോഗ് എടുക്കാം. മാൻ ഇവിടെ പോയിട്ട് കൂട്ടിനോട് എന്തോ തോന്നിയ ദിവസം പറയാ. അത് എന്നിട്ടുണ്ട് ഇതിൽ കേക്കണേ. എടാ ജിബ്രാന് ജിബ്രാനെ എനിക്കെന്താ വേണ്ടേ? ആ എല്ലാവർക്കും ഓരോ വിങ്സിന്റെ പീസ് കൊടുത്താളെ. പഴംപൊരിയോ? ആ ശ്വാസം മുട്ടലിന് നല്ല പഴംപൊരി അല്ലേ? എനിക്ക് സമൂസ. എന്താ ചേളാർക്ക് എന്താ എന്തെങ്കിലും ഒന്ന് അഭിപ്രായം പറയാൻ ചെയ്യേ. എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ എന്റെ പെണ്ണുങ്ങളോട്. ഓളോട് എന്ത് വെച്ചാലും നിങ്ങൾ ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ പറയാം അത് എടുത്താ എന്നാ അത് വേണ്ട. കട്ലറ്റാ? ഇവിടെ ഒരു കട്ലറ്റ്, അവിടെ ഒരു പഴംപൊരി. ഓക്കെ, ആ ഇവിടെ ഒരു കട്ലറ്റ്, അവിടെ ഒരു പഴംപൊരി. ഇപ്പൊക്ക് കട്ലറ്റ് അല്ലേ? എനിക്ക് പഴംപൊരി അല്ലേ? ഓക്കെ. ചേക്കുവിന്റെ കോമഡിയാണത്. ഞാൻ എന്താ വേണ്ടേ? കട്ലറ്റ് അല്ലേ? കുഞ്ഞാളെ ഈ കുട്ടിനെ ജിബളെ ഏൽപ്പിച്ചാണ്ട് വെറുതെ അടങ്ങാറാക്കിയാലോ. ഓൽക്കൊന്നും വേണ്ട. ഓൽക്ക് ലൈം കൊടുക്കാൻ പറഞ്ഞാലോ. അങ്ങനെ ആ ലൈം എടുത്ത് കൊടുക്കി. എന്ത്? ആ ചിറക് വിങ്സ് ആണതേ. വിങ്സ് പറഞ്ഞ എന്താ അറിയ എനിക്ക്? ഞങ്ങള് വെറുതെ കൂട്ടായി ബീച്ച്. ഓക്കെ അല്ലേ? മാന കിട്ടിയില്ലടാ? കിട്ടിയടാ. മെസ്സേജ് മറ്റേ മൂപ്പരോട് മധുരം തീരെ എടുത്തേറപ്പളേ. ഇല്ലല്ലേ, തീരെ മധുരല്ലേ? തീരെ കുഴപ്പമില്ല, നമ്മളെ തന്നെയാണ്. നമ്മള് മൂപ്പരോട് പറഞ്ഞ മൂപ്പരാണ് ചെയ്തെന്ന് മാത്രം. ബൂസ്റ്റ് അല്ലേ? അത് പിന്നെ ഇട്ട് തരുടാ. എന്നാലും ഓവറായി ഒന്നും ഇത് ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ പറഞ്ഞോണ്ട് മൂപ്പർ അങ്ങനെ ചെയ്തല്ല, വേറെ ഒന്നല്ല കേട്ടോ. ആ കുറവാണെങ്കിൽ കറക്റ്റ് ആക്കാം നമുക്ക്. അതെ. ഇവിടെ ആർക്കാണ്? ആ ലൈം എടുത്ത് കൊടുക്കടാ. ഇതാക്കണേ. ഒന്ന് ഷാനി ലൈം, ഒന്ന് ജിബ്രാൻ ലൈം, ഒന്ന് ഷാനിന്റെ കുട്ടി ലൈം. ഞാനിക്കാ കോഫിയും ഇവിടെ എന്താ പറഞ്ഞത്? പൈനാപ്പിൾ ജ്യൂസ്. ഇത് മതി. നിങ്ങൾക്ക് വേണേ എടുത്തോളി കുട്ടികളെ. ആ മൈക്കൻ ചെയ്തിട്ടുണ്ട്. തണുപ്പാടാ അനക്ക് വേണോ? മോണ്ടി ബ്ലോഗറെ വൈഫാണത്. കുട്ടായിയാണോ? എത്രയാ? അതൊന്നുമില്ലല്ലോ. അത് വേണ്ടായിരുന്നു മൂപ്പര്. അല്ല ഇങ്ങോട്ട് ശ്രദ്ധിച്ചു പോകി.
വേഗം കിടക്കായോ ഈ കുട്ടികളിങ്ങനെ പോണ ഭയങ്കര ബേജാറോ ഇത് വേണം അവിടുന്ന് ഇതില് ഇങ്ങോട്ട് 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 ഇബ്രാനാണ് ശ്രദ്ധിക്കണ്ട അവനാണ് റോഡ് പോവാ കുടിച്ച് കുടിച്ച് മോന്റി കാക്കൂനെ എടുത്ത് ഇരുന്നോട്ടോ കുറച്ചേരം ഇവിടെ കേട്ടോ ഔദിനെ കട കയറ് മോന്റി വ്ളോഗറെ ബ്ലോഗറെ ഇങ്ങോട്ട് ഇരിക്ക് തലക്കൊക്കെ പോകും ബ്ലോഗറെ പോയോക്കല്ലേ നമ്മളിതാ സംഗതി. അതായത് ഇപ്പൊ മോന്റിക്ക് എന്താ വെച്ചാല് റിച്ചൂസ് കിച്ചന്റെ അടുത്ത് ഇരിക്കണം പെണ്ണുങ്ങളുടെ അടുത്ത് ഇരിക്കണം പറഞ്ഞ വാശി പിടിച്ചാണ് അങ്ങനെ നമ്മളിന്ന് അതിനാണ് കയറ്റണോ ഇബ്രാനെ കയറ് ഞാപ്പില്ലേ ആ നടുവത്തെ സീറ്റ് മെരുത്തിയാൽ അവിടെ ഇരുന്നോളൂ നല്ല സ്ഥലത്തെ വണ്ടി ആകെ ചളില്ലേ ആടാ ഷൂ ഒക്കെ ഫുള്ള് ചളി. പോയോക്കല്ലേ നമ്മള് ഷൂ ഒക്കെ ഫുള്ള് ചളി മാന്യ വാട്ടം ഇനി മന്നാടി വേണ്ട. എന്നാ പിന്നെ നമ്മള് വിട്ടാലോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായി ഈ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങിയാല മെച്ചെന്താന്നല്ലേ മനസ്സിലായി അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ട്രിപ്പ് അത് ഇവിടെ താഴ്ത്തി വെച്ചാല് ബെൽറ്റ് ഇട്ടോ പാന്റിന്റെ അല്ല സീറ്റിന്റെ പിന്നെ ബസ് വരുന്നുണ്ട് ശ്രദ്ധിക്ക ഓൽക്കും മാട രണ്ടറ്റം കുറ്റം എന്താണ് ബസ്സാരെങ്ങനെയാണ് ഹോൺ അടിച്ച് ഇങ്ങനെ വരും ബാക്കില് അല്ലെ മുന്നൊന്ന് വരാം അപ്പൊ നമ്മള് അത് ഓട്ടോമാറ്റിക് റോഡ് വീതി കൂടുന്നതാണ് ഓലൊരു ഇത് അങ്ങനെയാണ് കണക്ക് പ്രകാരം അല്ലേ നമ്മളൊക്കെ ബാക്കിക്കാരും നമ്മളെ കുടുംബങ്ങളും ചെങ്ങന്മാരൊക്കെ ബസ്സിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആരും ഉദ്ദേശിച്ച് പറയല്ല ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങളും ഞങ്ങൾക്കുണ്ട് വിചാരം എന്താ വെച്ചാല് ഓല് ഹോൺ അടിച്ചാല് റോഡാണ് വീതി ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും എന്നുള്ള ധാരണയുള്ള ആൾക്കാരാണ് ഓല് അങ്ങനെയാണ് ഓലെ കാഴ്ചപ്പാട് ഓലോട് ചോദിച്ചുമ്പോ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചാണ് നമുക്ക് പിന്നെ ഇല്ലാത്ത കൂട്ടിമുട്ടിക്കുന്നത് ബാക്കിയുള്ള വണ്ടിക്കാരാണ് അതെ ഓല് അന്നം ഉണ്ടാക്കണത് മറ്റുള്ള നെഞ്ഞത്ത് കയറിയിട്ടാണ് അല്ലേ അല്ലെങ്കിൽ മറ്റുള്ള കൊന്നിട്ടാണ് എല്ലാരും അല്ല നമ്മളെ ബാക്കിക്കാരും ചെങ്ങന്മാരൊക്കെ ഈ ഫീൽഡിലുണ്ട് കേട്ടോ ഞാനും ഒരു ഡ്രൈവർ ഫീൽഡിലൊക്കെ എല്ലാ ആൾ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ഒന്ന് നമ്മൾ പറഞ്ഞാൽ പോലും നന്നാനും പോണില്ല ഓക്കെ എങ്ങനെ കൂറ്റാ പിന്നെ എന്റെ കുറവിളിച്ച് പറഞ്ഞോളിട്ടോ മറ്റു ബ്ലോഗറെ കുറവിളിച്ച് പറഞ്ഞോളി പൈസ കുറവുണ്ട്. ഒന്നാള് ഒരു വസാരം റിവേഴ്സ് എടുത്തിട്ട് നേരഞ്ച മുന്നൊക്കെ വന്ന് എന്നിട്ട് അഭായത്തിന് ഞാൻ കഴിച്ചില്ല പോരാത്തോണ്ട് തൊള്ളി കിടക്കണ ഫുള്ളോട് കേട്ടും ചെയ്ത് ഞാൻ ഫിറ്റിങ്ങും കേട്ടു പക്ഷെ ബാക്കി പിന്നെ ഓടി ഓരോ വിചാരം നമ്മളെ കേട്ട് കണ്ടിട്ട് പോകുന്ന എന്താ നോക്കാണ്ട് എടാ അബ്രുവാ അന്റെ അടുത്തൊരു ഓറഞ്ച് ഐസ് ഇല്ലേ അത് കൊടുത്തോക്ക് വണ്ടിച്ച കൊടുക്കേ ഓളക്കാരല്ലേ നെറുവക്ക് എന്താ വണ്ടിച്ച കൊടുക്കിട്ടോ നെറുവ പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇവിടെ നല്ല മഴ പെയ്തിക്കണ ഈ ഇവിടുന്ന് ഈ വളവിന്റെ അങ്ങോട്ട് മഴ അല്ല അല്ല ഇങ്ങക്ക് തിരിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് തിരിയില്ലേ സംഗതി ഇപ്പൊ ഞങ്ങളിപ്പോ ബീച്ചിക്ക് പോവുകയാണ് അതായത് കൂട്ടായി ബീച്ചിക്ക് ഇനിയിപ്പോ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം ഒരു 50 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഏകദേശം അവിടെ എത്തുമ്പോ 7 മണി എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എനിക്കൊരു ബ്ലോഗായി ബ്ലോഗാണല്ലോ നമുക്ക് നല്ലൊരു ഫോട്ടോ അനക്കിപ്പോ ഇതിൽ എന്തൊക്കെ കിട്ടാൻ പോണ എണ്ണ പൈസയും കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് ചെലവാണ് പക്ഷെ എന്നാലും ഊട്ടുമൂന്ന് വേറെയും കിട്ടുന്നുണ്ട് എനിക്ക് നല്ല രസമുള്ളൊരു കുട്ടിയാണ് പോയത് കുഞ്ഞോള് കേൾക്കണില്ല രസമുള്ളൊരു കുട്ടിയാണ് പോയത് അതിലെ അതല്ല റിച്ചു അജ്ജിപ്പ് ഉണ്ടായതുകൊണ്ടല്ലേ മോന്റി വ്ളോഗർ ഇപ്പൊ ഇങ്ങനെ ഒതുങ്ങി കുത്തിരിക്കണത് റിച്ചു കിച്ചണ പേടിച്ചാണ്ട്
നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടല്ലോ ഒരു റിച്ചൂസിന്റെ അല്ലെങ്കിൽ എങ്ങനെ ഈ കാര്യം കൂട്ടിന് ഡ്രൈവിംഗ് സീറ്റിൽ ടേബിൾ ഫാനും മാതിരി ഒരു വിധം അടുക്കേ അല്ലേ റോഡ് കൂടെ പോണ കുട്ടിയുടെ സൗന്ദര്യം കണ്ടി നമ്മൾ നോക്കലേ അതൊരു വേറെ അർത്ഥത്തിൽ നോക്കരുത്. അപ്പൊ സൗന്ദര്യം ഇല്ലാത്ത നോക്കൂലേ അതിന്റെ അർത്ഥം എന്താണ് ഇവരെ ഉദ്ദേശം? പ്രശ്നം എന്താ പറയാ റിച്ചോ, ഒരു കുട്ടി പേര് പെൺകുട്ടിയാണ് ക്രോസ് ചെയ്യണിച്ചാ ഇപ്പൊ ഇങ്ങനെയാണ് ക്രോസ് ചെയ്യണിച്ചാൽ ഓൻ കുത്തിച്ചും പോയിട്ട് തന്താരൊക്കെ ഈ തന്തക്ക് വയസ്സാം കാലത്ത് നേരെ മറിച്ച് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓ നിർത്തി 1/2 മണിക്കൂർ മുന്നേ ചവിട്ടി ചാച്ചൊക്കെ ചോദിച്ചിട്ടാണ് പറഞ്ഞേക്കാം. പൊയ്ക്കോളി, അർജന്റില്ലല്ലോ ഇവിടെ. അല്ലെങ്കിൽ ഓന് എന്താ മറ്റേ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടാവും, കള്ള ആയിട്ടുണ്ടാവും, വേഗം പോണ സമയം എല്ലാവരും ആ ചവിട്ടി വിടലേക്കാരം പേരും പോക്കുകാരം തന്താര ക്രോസ് ചെയ്യണിച്ചാൽ റേറ്റ് ആണല്ലേ? റേറ്റ് ഒക്കെ അല്ലേ പറയുന്നത്? പോട്ടല്ലേ പോലീസുകാരങ്ങനെ ചൂടാവണേ അയാൾ എന്നിട്ട് നടുവിലാണ് ടയറിന്റെ അടിയിലാണ് അയാളെ കാല്. നമ്മളാ ആ എടുക്കലോട് എടുത്തു നോക്കണ്ടേ? ടയറിന്റെ അടിയിലാണ് അയാളെ കാല്. എന്നിട്ട് അയാള് പോട്ടെ പോട്ടെ അവിടുന്ന് ആണോ ടയറിന്റെ അടിയിൽ കാലിച്ചിട്ട് എടുക്കുവാണ്ടി ആ ഓടാർന്ന് പറഞ്ഞ ഞാന് എടാ റുവക്ക് എന്താ വേണ്ടിട്ട് കൊടുക്കട്ടോ? ഓളലമ്പായാലാണ് ഇവിടെ ആകെ സീന്. മറ്റേ കണാരനോട് പറഞ്ഞ ഇജ്ജൊരു നൂലിന് അടങ്ങാറില്ലേ, അതേമാതിരി അന്നണിച്ച് പേടിയറില്ല. അതെ റുവനാണ് ഇതിൽ പേടിച്ചിട്ടുണ്ട്. മറ്റിട്ടങ്ങളൊക്കെ പഞ്ഞിക്ക് ഇട്ടാണ്ട് ഒതുക്കാൻ പറ്റും അല്ല ജിറബേ ഇബ്രാനെ? നിങ്ങളൊക്കെ പഞ്ഞിക്ക് ഇടാൻ പറ്റും. പിന്നെ ഇപ്പൊ എന്താ പറയാ, മലപ്പുറത്തെല്ലാം മഴയാണ്. മുമ്പിലൊരു ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പൊ ഗൈസ് ഇതേ സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് നമ്മൾ എന്തിനാണ് ഇപ്പൊ ഈ പോണത് വെച്ചാല് നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ഊട്ടി ട്രിപ്പിന് പ്ലാൻ ചെയ്തല്ലേ, ഇന്നലെ മിഞ്ഞാന്ന്. അത് പിന്നെ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ എന്ത് ചെയ്തു, അത് മുടങ്ങി, പോക്ക് കൊളായി. അതിൽ പിന്നെ എന്ത് ചെയ്തു, മാന്റെ ഒക്കെ തീരുമാനമാണ് നമുക്ക് വേറൊരു ദിവസം വേറൊരു ട്രിപ്പ്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഊട്ടിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ പോലും ഇന്നലെ രാത്രി ചർച്ച ചെയ്ത് അല്ലേ അവസാനം ഇപ്പൊ അവിടെ കൂട്ടായിക്കോ കൂട്ടായി ബീച്ചിക്ക് പക്ഷെ നമ്മള് പോകും. നമ്മൾ ഡൗട്ട് എടുക്കണത് നമ്മള് കൂടും. നമ്മള് വലിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്, മാ ഗൾഫിൽ നിന്ന് പോയി വന്നിട്ട്. നമ്മളല്ല, ഞങ്ങളങ്ങനെ വേറെ പോയിക്കൊണ്ട് പ്ലാനർ 5-ാം തീയതി പോവുകയാണ് പോലെ 5-ാം തീയതി നമുക്ക് റിസോർട്ട് റെഡി. ദിവസം എത്ര ഉണ്ട് നമ്മക്ക് മറ്റന്നാ പോലല്ലോ റിച്ചോ? നമ്മള് പറഞ്ഞ റിസോർട്ടിൽ 5-ാം തീയതിയാണ്. അല്ല അത് വേണ്ട, അത് വേറെ ഉണ്ടല്ലോ. നമ്മളിന് ഒരാളെ മൂടും താങ്ങി ഇറക്കണ്ടല്ലോ. മാനൊക്കെ ലെവല് മാറിട്ടെ ഗൈസ്, മാറൂലേ? എനിക്ക് 6,000-നും 10,000-നും 20,000-നും പ്രൊമോഷൻ ഞാൻ എടുക്കേറ്റാടാ. ഞാൻ പിന്നെ അൻസിബ് പറഞ്ഞോണ്ട് അങ്ങനെ ചെയ്തെടുത്തോ. മാൻ ലോക്കൽ പ്രൊമോഷനും മാൻ എടുക്കൂല. മാന് മിനിമം നമുക്കൊരു ലക്ഷറി സംഭവം എന്തെങ്കിലും വേണം. ബ്യൂട്ടി പാർലർ ഞാൻ ഇതൊക്കെ പറഞ്ഞോണ്ട് മാത്രമാണ് ഈ പ്രൊമോഷൻ മാർക്ക് എടുക്കുന്നില്ല. ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മാനന് കിട്ടൂല. എനിക്ക് ഒന്നാമത് മാന് അങ്ങനെ കിട്ടിയിട്ട് അതിന്റെ ആവശ്യമില്ല. കാരണം ഓന് തൊടുവെന്ന് എടുത്ത് തിന്നാണ്ട് എപ്പോഴും ഈ ഡേലാം മൂടലാം അങ്ങനത്തെ പാട്ടൊക്കെ പാടി റീൽസ് ചെയ്യണാണ്. അതല്ല ഡേലാമല്ല, അല്ലല്ലേ അങ്ങനത്തെ പാട്ടല്ലേ? അങ്ങനത്തെ സ്റ്റാൻഡേർഡ് സിഗരറ്റ് കൊണ്ടുപോവാ സിഗരറ്റ് കൊണ്ടുപോറപ്പളേ ഒറിജിനൽ സിഗരറ്റ് കൊണ്ടുവന്ന് അഭിനയിച്ചല്ല എന്ന് പറയാലോ. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പണ്ട് മോനിറ്റ് റീൽസ് എടുക്കുമ്പോ അതേമാതിരി നിഫുവിനെ മുന്നിൽ വലിച്ചാൻ പറ്റൂലല്ലോ, മോശല്ലേ? അപ്പൊ എന്നിട്ട് നിഫുവിനോട് ഒന്ന് വീഡിയോ എടുത്താറ്. പണ്ട് വല്യപ്പാക്ക് ഞാൻ വീഡിയോ എത്തിച്ചു കൊടുക്കും. അങ്ങനെ വല്യപ്പാക്ക് ഇഞ്ച ചുണ്ടത്ത് വെച്ചാണ്. വല്യപ്പാക്ക് തീപിട്ടൊക്കെ വരുത്താൻ ആരോഗ്യമില്ല. അപ്പൊ നമ്മളത് ഇഞ്ച ചുണ്ടത്ത് വെച്ചാണ്ട് കത്തിച്ചാണ്ട് വേണം കൊടുക്കണമെങ്കിൽ. അപ്പൊ കത്തണം എന്നുണ്ടെങ്കിൽ ഇത് 2 വലിയ ഉള്ളിലേക്ക് വലിച്ചണം. പറച്ചില് ഞാനും നാട്ടുകൂടെ പറഞ്ഞ മാൻ പഠിപ്പിച്ചാണ്. സിഗരറ്റ് വലി ഞാൻ പഠിപ്പിച്ചത് മാനാണോ വല്യപ്പാണോ? പക്ഷെ ഞാൻ ഇപ്പൊ നിർത്തി. ഇപ്പൊ മാന നിർത്താൻ കഴിയണൂല, അതുണ്ടായത്. അന്നെ എപ്പോഴും അത് നിർത്താൻ കഴിയും. മാ ഇപ്പൊ വലിച്ചല്ലോ. അന്റെ നിർബന്ധത്തിനാണ് ഇപ്പൊ ഞാൻ വലിച്ചത്. അതെ പാവാണ് മാനെ. ഒറ്റക്കല്ലടാ, ആരടാ പേടിച്ചണ സിഗരറ്റ് വലിച്ചാ? പെണ്ണുങ്ങളും കുട്ടികളൊന്നും ഇല്ലല്ലോ. ഇല്ലേ, ഒരു പേടിയില്ല, ബേജാറില്ലല്ലോ. സിഗരറ്റ് നമ്മള് വലിച്ചു. അങ്ങനെ റൂഹ അലമ്പാക്കുന്നത് കാണും.
മാന എപ്പോഴും ഫോണിലാണ് നടന്നത്. റൂമോളെ എന്താണ് വേണ്ടത്? ഏതാ വേണ്ടത്? ഇതാ അല്ല എന്തിനാ ആ വിൻഡോ തുറന്നിട്ടേ? ഇബ്രോ അങ്ങനത്തെ ഐസ് ഉണ്ടോ? ചോക്ലേറ്റ് ഇന്റെ ഐസ് വേണ്ടാ ജിബ്രാനെ അബ്രയുടെ അടുത്തുണ്ടോ? ചോക്ലേറ്റ് ഐസ് ഉണ്ടോ? കൂറ്റാ എന്തിനാ ക്ലാസ് ആദ്യം? അതല്ലേ പൈസ എറിഞ്ഞതാ പുറത്ത്. അല്ല എന്തിനാ ഐസ് തൊള്ളിക്ക് ഒരു കടി വെച്ചു കൊടുത്താ കൈ പിടിക്കാനാണതേ. അന്ന് കൈ കൊടുക്കും കുറച്ച് ആ മേത്ത് കവറുവാ. അതാണ് കണ്ടോ റൂമോളെ റിച്ചുവിന്റെ പാന്റിലായി. ഞാൻ വേല പുറത്ത് കിട്ടണം. ഇബ്രാനെ വേഗം തിന്നണ്ടേ തിന്നാലേ പുറത്തേക്ക് ഇടും. കടിച്ചു തിന്നാ കടിച്ചു അതെന്റെ ഇങ്ങനെ കാണുമ്പോ പിന്നെ ഓക്ക് ചോദിച്ചാ ഓക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് ഈ വീഡിയോ എടുക്കൽ നടക്കൂലേ? അത് കുറച്ച് ഇങ്ങനെ കൂറ്റനെ ഇവിടെ പെണ്ണുങ്ങളടുത്ത് സൂച്ചായിരുത്തിയല്ല അവിടെ കുറച്ച് ഇതിന്റെ അടങ്ങാറ് അറിയാട്ടെ. മുന്നിൽ അതല്ല കാര്യത്തില് പെണ്ണുങ്ങളടുത്ത് ഇറ പോലത്തെ പേടിയുണ്ട് അപ്പൊ എനിക്ക്. അല്ലടാ ഞമ്മള് ഇവിടുന്ന് തിരിയണ്ട അപ്പുറന്ന് തിരിയണ തിരിയേണ്ടത് ഇത് പറഞ്ഞോ. എറണാകുളത്തൊക്കെ പോണെച്ചാല് അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ പിന്നെ നോക്കാണ് എന്താണ് അതായത് പെണ്ണുങ്ങളടുത്തേക്ക് ഇരുന്നിപ്പോ കടക്കൽ തുടങ്ങി. എത്തി നേക്കില് പെണ്ണുങ്ങളടുത്ത് പോയി കടന്നെങ്കിൽ ഇതിപ്പോ പെണ്ണുങ്ങളോടല്ലെങ്കിൽ ഉണ്ടല്ലോ അൻസിബാനക്ക് കൊണ്ടു അവിടെ മുന്നിൽ അല്ലെങ്കിൽ ഓട്ടേണ്ടി വരും, ഛർദിക്കാൻ വരും. നേരത്തെ പറഞ്ഞിട്ട് എടാ ഇന്നോവ ആയോണ്ട് നമുക്ക് ഛർദി വരുന്നില്ല. ആ അതൊന്നല്ല ഇന്നോവ ആയോണ്ടല്ല, അത് അൾട്ടോ ആയാലും ഓള് ബാക്കിലുണ്ടാവും, ഓന് ഛർദി വരൂല. കാരണം ഓന് മുമ്പിൽ ഇരിക്കണം എന്തിനാ പെൺകുട്ടികളെ നോക്കാനാ? നടക്കൂലല്ലോ. അപ്പൊ പിന്നെ അല്ല അതിന് കുഴപ്പമാണ്, ഓനെ മുന്നിൽ ഇരുത്തണം. ഒരു 5 മിനിറ്റ് പഴയ ജയ്യായി ഞാൻ അതിന് തിരക്കിടില്ല. മഹാരാഷ്ട്ര കോളേജും മഹാരാജാ കോളേജിലെ പഴയ കേസുകാരനും ചങ്ങായി തല വേദനിച്ചിട്ട് കുഞ്ഞോള് പറഞ്ഞിട്ട് ഓള് പറഞ്ഞേട്ടോ. അതല്ല ഓളിപ്പ അതിന്റെ അടിയിൽ പറഞ്ഞു കേട്ടില്ലല്ലോ. അതായത് നിങ്ങളെ തല വേദനിച്ചണ്ട ഇങ്ങോട്ട് വരണ്ട ഓളിപ്പോ പറഞ്ഞു അതിന്റെ അടിയിൽ. ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇല്ലാത്തോണ്ടല്ലേ. എന്നാലും ഇങ്ങനെ ഞങ്ങള് ചെയ്തിക്കണോ? ഇങ്ങനെ കടന്നിട്ടില്ല മനസ്സിലാക്കുക. കുട്ടികളെ കൊണ്ടില്ലേ ഓന്ത് മാറും അതേമാർക്ക് നിറം. കീടകിടി അല്ല എന്തൊക്കെയാ പറയണ്ടേ? ഇജ്ജ് വർത്താൻ നിർത്താനാണ് അതെ. അതിലാണ് പെണ്ണുങ്ങൾത്തിരിക്കാനല്ലേ മാനിരിക്കാനായിക്കൂലോളെ. മാനെ പേടിയാണ്. പേടിയാണല്ലേ? വലിയ നാക്കൊക്കെയാണ് കഴിയുമ്പോ മാന്തും ഞാൻ. അതിന്റെ അടിയിലുണ്ട് കൂറ്റ റൂട്ട് വേദനിച്ചിട്ട് തല വേദനിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് തല ഒരു തല വേദനിച്ചിട്ട് കടന്നാണ്. ഞാനതിന് വണ്ടിയിൽ ഒരു 5 മിനിറ്റ് കടന്ന് ചിത്രം വലിയ തെറ്റായിക്കാണ്ട്. എന്തായാലും ഉസ്രമുള്ളില്ലാത്ത പരിപാടിയത് തീർച്ചയായിട്ടും. എന്താ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ എന്റെ തല വേദനിച്ചിട്ട് എനിക്ക് എന്നോട് പറയാ ഇജ് എത്ര തല വേദനിച്ച കുഞ്ഞോളം മടി കടത്തൂല. കടക്കുന്ന കടത്തൂല. കാരോക്ക് 5 കൊല്ലമൊക്കെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. എടാ ചെങ്ങ ഞാൻ നീക്കാം. ഐഡിയ ഒക്കെ ഉസാറാ. ഞാൻ മുന്നേ ഇവിടെ മറ്റേ
പേടിണ്ടപ്പോളേ അതായത് തലവേദന ഇല്ലെങ്കിൽ ഓൻ കിടക്കണത് മോശമാണെന്ന് അംഗീകരിച്ചു. തലവേദന ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലവേദന ഉണ്ടായതുകൊണ്ടാണോ പെണ്ണുങ്ങളടുത്ത് കിടക്കണത്? അങ്ങനെയാണെങ്കിലും അവർക്ക് കിടക്കാൻ ധൈര്യമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ് അല്ലേ? ഞാൻ ക്യാമറ ഓഫ് ആക്കി ഞാൻ ഈ വണ്ടിക്കാരനെ ഞാൻ വിളിച്ചേക്കും 4 വിളി. അപ്പൊ അങ്ങനെ പററിച്ചോ. എന്നിട്ട് പിന്നെ എന്തിനാണോ ഈ തലവേദന വലുതാക്കണെന്തിനാണ്? അല്ല, എന്റെ മടി കടന്നിട്ട് ഈ കാരണമാണ് തലവേദന ഇങ്ങനെയാണെങ്കിൽ. കാരണം ഇങ്ങനെ കാല് മാറല്ലേ കണ്ടോ വിക്സും ചോദിച്ച് അടക്കണം പേടിച്ചിട്ട്. ബേജാറാണ്, ബേജാറ്. എന്ത് ഇടക്ക് എന്താ റൂട്ട് മാറ്റി. അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടായിനല്ലോ അവിടെ. കുഞ്ഞുമോൾ എവിടെയാണ് എന്റെ കുട്ടി? പറ്റാത്തത് ഇതാണ് പറ്റാത്തത്. കുഞ്ഞൊന്നും ഉണ്ടാവുമ്പോ പെണ്ണുങ്ങളെ സ്നേഹിച്ചിൽ നടക്കൂല. അങ്ങനെ ഗൈസ് ഞങ്ങൾ കൂട്ടായി ബീച്ചിലെത്തി. ഇവിടെ കോമഡി ഉണ്ട് ഈ ജാതി ഗൈസ്. അപ്പൊ അവിടെയാണ് ബീച്ച്. ഇരുട്ട് ടോർച്ച് അടിച്ചേണ്ടി വരും. ആരും കണ്ടിട്ടില്ല. വേപ്പ തടി എടുത്താ കഴിച്ചില്ല. എല്ലാരും വായന മൂന്ന തുടച്ചളറില്ലേ? കോഴിക്കോട് ബീച്ച് ഇവിടുന്നോ എന്താ നടക്കേണ്ട വണ്ടി ഉണ്ടല്ലോ. നടന്നാണെങ്കിൽ നടക്കണ നമുക്ക് വണ്ടിയില്ലേ? റൂവ റെഡിയാണ്. റൂവക്കെന്ന് പറഞ്ഞാല് കാണാരനാണ് കവായതല്ല. ഓള കണ്ടോ ഒരു നൂലിന് അടങ്ങാനും ഓളോടെ പറയുന്നത് കോഴിക്കോട് ബീച്ചില്. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങളെ കൂട്ടായി ബീച്ചിലെത്തി. ആകെ പാളി പറഞ്ഞാല് കെട്ടുകത്തിയാണല്ലോ. കെട്ടുകത്തിയാണ് കെട്ടുകത്തി. ഇത്ര ബൈബിള് സ്ഥലം വേറല്ല. ഇത് എങ്ങനെ വേണേ അതല്ല രാവിലെ 5 മണിക്ക് എത്തണെങ്കില് നമ്മളവിടുന്ന് 10 മണിക്ക് വരണം. പക്ഷെ അങ്ങനെ പോരുമ്പോ നിങ്ങള് പറയും ബീച്ചക്കോ 10 മണിക്കോ. അവിടുന്ന് ഇങ്ങോട്ടില്ല ദൂരെ നമ്മള് ചിന്തിക്കണില്ല. അല്ലെ ട്രാഫിക് കൂട്ടായി അല്ല 2 മണിക്കൂർ 1 മണിക്കൂർ പോരെ. അത് പണ്ട് പ്രത്യേകിച്ച് തിരൂര് റോഡിനുള്ള പ്രത്യേക ഒരു ഇടുങ്ങിയ റോഡേക്കാ. അതായത് ഇവിടുത്തെ വണ്ടികൾക്ക് അനുസരിച്ചുള്ള റോഡ് നമ്മളവിടുന്ന് വരുമ്പോഴുള്ള റോഡ് സെറ്റ് ആയിട്ടില്ല. എന്നിട്ടുള്ള അല്ലേ ചെറിയ റോഡും ഒരുപാട് വാഹനങ്ങളുമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. തിരൂര് തന്നെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ പെട്ടുപോയി. അപ്പൊ ഞാൻ അതാ പറഞ്ഞ 10 മണിക്ക് പോകാം. അപ്പൊ നിങ്ങളെ നമ്മളങ്ങോട്ട് ശരിയാക്കി എല്ലാരും പാടെ കൂടി പറഞ്ഞിട്ട് എപ്പോഴാ വന്നപ്പോ 3:45 കേട്ടോ ചിലക്കല്ലേ. അങ്ങനെ ഗൈസ് ഓയനോല് കയ്യൊന്നിച്ച ഓയനോലൊന്ന് കയ്യൊന്നിച്ചാണ്. വണ്ടി ഞാൻ വന്നിട്ടില്ല. ഞാൻ വന്നിട്ടില്ല. ഞാൻ പാർക്ക് ഉണ്ട്. ഏത് പാർക്ക് കണ്ട്? കൂട്ടായി പാർക്ക്. ടോർച്ച് അടിച്ചാണ്ടല്ലോ കണ്ടല്ലോ. ഇവിടെ മാന്റെ പെണ്ണുങ്ങൾക്ക് കടല് കളിച്ചു കൊടുക്കണം. ടോർച്ച് അടിച്ചാണ്ട് അതാണ് കടല്. കുഞ്ഞോക്കൊക്കെ എത്ര കോഴിക്കോട് അല്ലേ? കോഴിക്കോട് പോകണം ഞാൻ. കൊച്ചൊക്കെ ആകട്ടോ എന്നിട്ടേ കൊച്ചിനൊന്നും പറയാനും അത്ര റിസ്ക് എടുത്ത് ഈ റുവന്റെ ഒക്കെ കരിപ്പ് ഫുള്ള് കണ്ടിറുവാ. ഇതേമാതിരി ഞാൻ ഇന്നലെ മോറ്റിനോട് പറയണം ആവേശത്തിൽ പോണ്ട വണ്ടി കൊണ്ടേ കൊടുക്ക. നമ്മക്ക് വേറെ ട്രിപ്പ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമില്ലല്ലോ. നമുക്കുണ്ടായോ വലിയ ബുദ്ധിമുട്ടോ? എന്ത് ഞമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അല്ല ഞാനും നല്ല സങ്കടമുണ്ട് സത്യം പറയാലോ. ഞാൻ ഇന്ന വരെ ഞാൻ ഇങ്ങനെ ഒരു അളിഞ്ഞ ട്രിപ്പ് വന്നിട്ടില്ല. എന്റെ നമുക്കൊരു കാര്യം ചെയ്യല്ലേ, അളിവ് മാറ്റാനേ വണ്ടി കയറി കോഴിക്കോട് ബീച്ച് കാണാൻ വന്നാണ്. ബീച്ച് കടലിന്റെ വെള്ളം കൂടി കടകളാരേലും ഒരു ഐഡിയ ഇല്ല. എന്നോട് ഞാൻ പറയാം രാവിലെ കടൽ വെള്ളം കൊണ്ടാ 3 മണിക്ക് ആശിക്ക് നമ്മള് നാളെ രാവിലെ നീച്ചു പോരണോ? രാവിലെ ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് രാവിലെ വെച്ചിട്ട് ബീച്ച് കണ്ടിട്ട് പ്രമോട്ടുണ്ട്. രാവിലെ ഇറങ്ങുമോ? എന്ത് ചെയ്യാം മാനോട് ഇവിടെ നിക്കണ ഞാനോ അവിടെ ഒരു സ്വകാര്യം പറച്ചില്ലായിരുന്നു. കുഴപ്പമില്ല. എന്നോട് ഈ മാൻഡോ ഏട്ടജി
ക്യാമറ കൂടെ ഓണാക്കും ഓൻ മൈക്കോടെ എന്നിട്ട് ഓൻ പോയി പെണ്ണുങ്ങളോട് സ്വകാര്യം പറയും അവിടെ സ്വകാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഇതില് വരും cut ചെയ്താ. വീഡിയോ അല്ലേ cut ചെയ്താ. അത് കട്ടിങ് കിട്ടൂല കേട്ടോ മാനെ ജി പറയണൊക്കെ കട്ടാക്കാൻ നിക്ക ഇജ്ജ് ഇങ്ങനെ പോയി ഉമ്മ കൊടുക്കുക ഇടക്ക് പോയിട്ട് എന്നിട്ട് അത് ഇതില് അവനാന്റെ cut ചെയ്യണം. പെണ്ണിനല്ലേ അപ്പൊ ആ ബോധമില്ല എനിക്ക് കണ്ടോലെ പെണ്ണിനല്ലോ. ഇറങ്ങിപ്പോയിക്കോ വേറെ വണ്ടി മണ്ടല്ലാണ് ഞങ്ങള് നല്ല മയരുണ്ട് മാമ്പുക മീൻ പിടിച്ചാൻ പോകും. അല്ല ഇവിടുത്തെ കാറ്റ് കണ്ടാണ്ട് ഇവിടുത്തെ കാറ്റ് കണ്ടിട്ട് ഒരു കാര്യം ചെയ്യും ഞാനൊരു ഐഡിയ പറയട്ടെ നമ്മൾ അന്ന് ഇന്ന് കോട്ടക്കലിലെ റൂമില്ലേ അതാണ് എടുക്കുക 2 ബെഡ്റൂം ഉണ്ടായില് പെണ്ണുങ്ങളും റൂമിലും ആണുങ്ങളും റൂമിലാണ് കിടക്കുക അവ അങ്ങടുത്ത ഉമ്മ ഉമ്മാനെ കൊണ്ട് നിക്കണേന് അല്ല ഒറ്റക്ക ഓന്റെ ഉമ്മ ഒറ്റക്കാണ് അവിടെ. ആ അമ്മ പെരയിലും ഒറ്റക്കാണ് അല്ലേ അപ്പൊ എന്താട്ടാ അതല്ലേ ഞാൻ കോഴിക്കോട് പോവപ്പോ അത് പൊളിക്കും ഉമ്മേ ഇപ്പൊ എന്തായാലും നമ്മൾ എത്തുമല്ലോ. ഉമ്മ ഉറങ്ങിയേക്കൂലേ? അങ്ങനെയാണ് ഇപ്പൊ ഉമ്മ ഉറങ്ങിക്കണേ രാവിലെ അല്ലേ ഉമ്മ നീച്ചോളൂ എന്തായാലും 2 മണിയാകുമ്പോൾ എത്തും. റിച്ചാണ് ഉറങ്ങിച്ചുമ്പോ രാവിലെ ആവില്ല പിന്നെ പേടിച്ചിട്ടുണ്ടല്ലോ അല്ല അന്റെ അവിടെ കുഞ്ഞ് ആരുമില്ല. ഇല്ലേ ഉണ്ട് കുഴപ്പമില്ലല്ലോ. അതിന് മാനെന്താ മാൻ കരുതിയെന്താണോ ഒരു 10 മണിയാകുമ്പോ നമ്മള് വരിലെത്തുന്നില്ല ഇതിലാണ് പോകുന്നത്. മാനേ 2 മണിക്കല്ല ഇറങ്ങണേ 3 മണിക്ക്. കൂട്ടായി ബീച്ചിക്ക് 1.5 മണിക്കൂർ അവിടെ നമ്മള് ഒരു 2 മണിക്കൂർ കറങ്ങും എന്നിട്ട് ഒരു 10:30 ആകുമ്പോത്തിന് പെരീക്കെത്തും. ചെല്ലുമ്പോഴത്തേനും ഉറങ്ങൂല കണ്ടിട്ട് കയറാളാ രാവിലെ നീച്ചുമ്പോ നമ്മളവിടെ എത്തില്ലേ മോശമല്ലേ അമ്മ ഞങ്ങൾക്കില്ല ചായ ഉണ്ടാക്കിട്ട് ഞങ്ങളെ കാണൂലേ അതൊരു ഇതല്ലേ. പെണ്ണുങ്ങളുണ്ടാവും ഉമ്മാനെ ചായ അതല്ല നമ്മൾ എന്തിനായിട്ട് വന്നതിന് ബീച്ചാണ് വന്ന എങ്ങനെയും മാന പ്രശ്നമാണ് നമ്മളിപ്പോ ഏറ്റവും നല്ല ചായ ഉണ്ടാക്കി അതിന് മാനൊന്നും പറയാല്ല. ഒരു മിനിറ്റ് എടാ ഡോർ പിടിച്ച് അപ്പൊ പറയാ കോഴിക്കോട് ബീച്ചിക്ക് 10:30 ആകുമ്പോഴത്തേനും എത്തും. 8:30 ആയിട്ടുള്ളേ ആ പൊത്തിപ്പിടിച്ചാനാണ് പിന്നെ എന്തായാലും നമുക്കൊരു കാര്യം നേരെ ഇപ്പൊ കോഴിക്കോട് പോവാം. ആ എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ബീച്ചില് നമ്മളെങ്ങനെ 2 മണിയാകുമ്പോഴത്തേനും പെരയിലെത്തും തിരിച്ച്. എന്തായാലും ഇവിടെ വേണ്ട കാരണം ഇവിടെ നായ്ക്കളും കുറുക്കനും അല്ലേ ചോളൂ. അൻസിപ്പിന്റെ ടീം ടോട്ടൽ ഒരു 5 മണിക്കൂർ യാത്ര ഉണ്ടാവും കേട്ടോ. ആരോടാ എന്തിനാ അവിടുന്ന് വണ്ടി എടുത്ത് ഇവിടെ 8:30 അടക്കും എനിക്കറിയാം. എങ്ങനെങ്കിലും ആ ലൈറ്റ് കത്തിക്കണ ആ സീനൊന്ന് കാണിച്ചാണ്ട് വേഗം പെരി കൊണ്ടിടാൻ അപ്പോഴത്തേന് ഒരു 5 മിനിറ്റ് ആ കറങ്ങിയില്ലേ നമ്മള് വഴി തെറ്റിക്ക് ഇറങ്ങിയില്ലേ അതിലാ പേച്ചേ എന്താ പറയാ പോവല്ലേ നമ്മള് കോഴിക്കോട് ബീച്ച് അല്ലേ. എന്താ ചെയ്യണം അതഞ്ഞ് പെരേക്ക് പോണോ? ഉമ്മാന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാ. എടാ ഔതാവ് എവിടുന്ന വെള്ളം കിട്ടി? കൂട്ടന്റെ വിചാരേ ഈ കാറ്റടിച്ചുമ്പോ ഇവിടെ ഇപ്പം മയച്ചെന്നാണ് ഇവിടെ കടലാണെന്നുള്ള ബോധമൊന്നുമില്ലേ. അത് ബീച്ച് ഇപ്പോഴും നമ്മളെ ബസ് സ്റ്റോപ്പ് കാറ്റിന് വേറെ പ്രശ്നമുണ്ട്. കണ്ണീര് തുടക്കാൻ പറയുമ്പോഴേ അപ്പൊ അവിടെ ഒരു കണ്ണാടി ഉണ്ട് അയക്കോക്കിക്കണേ. അതല്ല രണ്ടാവോട് കണ്ണീര് തുടക്കാൻ പറ. പിന്നെ ഇങ്ങോട്ട് നോക്ക് എന്താ കുഞ്ഞോളെ സ്വകാര്യം പറയുമ്പോളെ മൈക്കണ്ടിട്ടോ കൗത്തില് മാന അത് പൊളിക്കും അയിമ വരുന്ന വരും. നേരെ കോഴിക്കോട് കോഴിക്കോട് പോണെന്ന് എന്റെ അഭിപ്രായത്തില് നമുക്ക് ഇനി പെരേക്ക് പോവാം. ജോ കാരണം നാളെ സ്കൂളിൽ കോഴിക്കോട്ടേക്ക് പോകാന്നുള്ളതല്ലേ ഭൂരിപക്ഷം തന്നെയാണ് കുഞ്ഞോളെ അനക്ക് അതിനോട് പോകാന്നുള്ളതല്ലേ കോഴിക്കോട്. ടോർച്ച് അടിച്ചിട്ട് തിരമാല മാനെ ഒരു കാര്യം ചെയ്യാം. നാളെ ഞാൻ കൊണ്ടാക്കൊക്കെ വേണ്ടേ? ഓപ്പോസിറ്റാണല്ലോ. കൊണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞോളോട് ഞാനേ നാളെ കുട്ടികൾക്ക് സ്കൂളൊക്കെ അല്ല അപ്പൊ കുഞ്ഞോളെ എന്താ ചെയ്യാ ഇല്ല അപ്പൊ ഞാൻ കരുതി എങ്ങനെയെങ്കിലും ഇതൊക്കെ തിന്നണം അല്ലാതെ സിഗരറ്റ് അങ്ങനെ കാട്ടിച്ച് കാര്യല്ല. തൊള്ള കൂട്ടിക്കടാ ആ വണ്ടി വലിച്ചേരണ. എവിടാ എന്റെ ഷൂ? അപ്പൊ എന്താ ചെയ്യാ? ഞാൻ പറയുമ്പോ കുട്ടികൾ ഞാനിവിടെ കൂറ്റനും ഞാനും റിച്ചും എന്താ പറയണെന്നോ കോഴിക്കോട് പോവാന്നുള്ളടത്താണ്. കുഞ്ഞോള് 2 തോണിയിലാണ്. ചേളാരിയോ? ചേളാരി അൻഷിഫ് മൂനിക്കലും ഈ കുഞ്ഞോളൊക്കെ എതിരാണ്. അനക്ക് പോണ്ടേ?
തന്നെ ഞങ്ങളോ ഓളോർത്താനും കേട്ടാ നമ്മളൊരു 10 ഫോട്ടോ എടുത്ത മാതിരി നിങ്ങളെ നമ്മളൊരു 10 ഫോട്ടോ എടുത്ത മാതിരി ഓളോർത്താനും ഒരു ഫോട്ടോ എടുത്താ പോട്ടെ കയറിക്കാണി സെൽഫി നമുക്ക് ഫുഡ് കഴിക്കാൻ കയറുമ്പോ തീരുമാനിച്ചാനൊന്നുമില്ല പോവുകയാണ് ഞാൻ ഇങ്ങനെ കണ്ണീര് തുടച്ചിട്ട് സംസാരിക്കാം. ഞാൻ പറയുമ്പോ നമുക്ക് പോവുക എവിടേക്ക്? കോട്ടക്കുന്ന് ഓപ്പൺ ആയി കയറപ്പോ വണ്ടിയാളെ വരുമ്പോ റോഡ് വരുത്തിട്ടോ കോട്ടക്കുന്ന് പാർക്ക് ഓപ്പണാ. ഉണ്ണിയാൽ ബീച്ച് എവിടെ അതെന്താ കാട്ടണ്ടി? അടാ വേറൊരു ബീച്ച് ഉണ്ട് പക്ഷെ അതും ക്ലോസ് ആവൂലേ? ഇല്ല അതിന് അത് പ്രശ്നമല്ല അത് ഓപ്പൺ ബീച്ചാണ് എവിടെയാണ് ആ ഉണ്ണിയാൽ ബീച്ച് അവിടെ ബീച്ചാ ഇവിടെ ചോദിച്ചാ മതി ഇവലോട് ചോദിച്ചേക്കാം അത് അടിച്ചാ കിട്ടും അല്ല ഇവലോട് ചോദിച്ചാ ഇവിടെ എന്നിട്ട് കറക്റ്റ് പോലും പറഞ്ഞത് കൂടെ പോകേണ്ടി വരും പറ്റുമോ അങ്ങനല്ല ടോപ്പ് കോമഡി ക്യാമറ പറയാൻ പറ്റൂല. ഇവരോട് ചോദിച്ചാ അങ്ങനല്ലാറത് ഗായ്സ് അങ്ങനെ അവസാനം നമ്മൾ ഉണ്ണിയാൽ ബീച്ചിലെത്തില്ലേ മാനെ ഉണ്ണിയാല് പൊളിയാട്ടോ മക്കളെ ഇവിടെ വന്നപ്പോ കൊറേ വെളിച്ചുണ്ട് നേരത്തെ തന്നെ ഇങ്ങോട്ട് പോന്നാ മതി പകലാണെങ്കിൽ ഇതിലാറ് ഉഷാറ് ഒന്നും പറയാനില്ല കായ് കൊടുത്തിന് മുതലായി ആ മാനെ കുട്ടിനെ ശ്രദ്ധിക്കട്ടോ ഓളെ ആ വെള്ളത്തേക്ക് പോയ നോക്കിയാ മുന്നേക്ക് പോരുത് കേട്ടോ എന്ത് ബാക്കിക്ക് ഇരുന്നാല് തിരമാല ദമ്മ് കൂടുന്നുണ്ട് ആ ജന്തുക്കളൊക്കെ വരും ഇത് തിരമാലയാണ് കടലാണ് അതിന്റെ ഉള്ളിലത്തെ ജന്തുക്കൾ മൊത്തത്തിക്ക് വരും ആ ആ ആ ആ ആ ആ ആ കുഞ്ഞെൽതോ കുഞ്ഞെൽതോ എൽതോ വേണമെങ്കിൽ പണ്ടിക്കോ നിനക്ക് പേടിയില്ല പേടിയില്ല എനിക്ക് ഫോട്ടോ അല്ലേ വീഡിയോ ഡ്രസ്സല്ലേ എന്താ വേണ്ടത് ഒന്നും വേണ്ടല്ലോ എവിടെ നിങ്ങൾ വീർപ്പിക്കണതൊക്കെ എവിടെ അവിടെ ഇവിടെയും വെച്ച് പോന്നാണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണാൻ കാരണം മണ്ടക്ക് കിട്ടും എൻ്റെ അടുത്ത് ചൂട് നല്ല ചൂടുണ്ടാവും ഗായ്സ് അങ്ങനെ ഞാനും കുഞ്ഞോളൊന്നേ ഒന്ന് ഒഴിഞ്ഞു പോന്നേനില്ലേ കുട്ടികളൊക്കെ ഏൽപ്പിച്ച് കുട്ടികളെ ഏതായാലും സമ്മതിച്ചില്ല അപ്പൊ പ്രകൃതി നമുക്കെതിരെ കുട്ടികളെ വണ്ടിയിലാക്കി ഓലടുത്തൊക്കെ ആക്കി ഞങ്ങളൊക്കെ ഫുള്ള് ഫ്രഷായി കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ആക്കി സെറ്റിലാക്കി ടീച്ചറിനെ നോക്കാൻ ഏൽപ്പിച്ചു ഞങ്ങളൊരു 5 മിനിറ്റ് കയ്യും പിടിച്ച് നടക്കട്ടെ പറഞ്ഞിട്ട് ഇറങ്ങി അപ്പൊ പെരുമഴ അപ്പൊ ഇനി വണ്ടിക്ക് തന്നെ പോലാനും കൊടുത്തില്ല പ്രകൃതി വരെ നമുക്ക് എതിരില്ല ആന്ന് എന്താ ഗൈസ് ഇങ്ങനെ ആയ കാറ്റ നല്ല വൈബായി അല്ലേ ശരിക്കും കുറച്ച് നേരത്തെ എത്തിക്കാനുണ്ടല്ലോ ഒരു 6 മണി ഒരു 5 മണിക്കല്ലേ ഇവിടെ നിക്കാൻ സമയമില്ലാതായി ടിഷനാന്ന് ആലോചിച്ചേ പോയിട്ടുള്ളൂ കുട്ടി കരയിലാണ് അപ്പൊ റിച്ച് അന്നക്കല്ലേ ഏൽപ്പിച്ചിനെ നോക്കാന് നുള്ളിയേക്കു ചോക്ക ഞങ്ങൾ വേഗം വരാൻ വേണ്ടിട്ട് അയിലേണോ എന്നാ കുട്ടീനെയും കൊണ്ടുപോവാ അങ്ങനെ ഗൈസ് നമുക്ക് അരിച്ചാൽക്ക് ചാട്ട് നോക്കട്ടോ അങ്ങനെ ഗൈസ് അപ്പൊ ഞങ്ങള് തിരൂര് ഇവിടുന്ന് മടങ്ങി ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കയറാൻ പോവുകയാണ് അല്ലേ ഇബ്രാഹിമേ റെഡി ഇതിന്റെ അടിയിൽ ഒന്നും ഇറങ്ങിയില്ലേ എടാ റോഡ് നോക്കി തട്ടിയാലും പ്രശ്നമില്ലേ അപ്പൊ റുവ ഉറങ്ങിക്കണതിന്റെ അടിയില് ഉറങ്ങാൻ ഇറങ്ങാണ്ടേ കടല് കണ്ടില്ലേ നമ്മള് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ വെച്ചാ ഇഷ്ടപ്പെട്ടോ കടൽ ഇഷ്ടപ്പെട്ടില്ലേ പോരെ ആ റോട്ടിൽ നിന്ന് പോരുവേ എന്ത് പ്രശ്നമല്ല ഇത് മറ്റേ ട്രൗസറാടാ
അമ്രാസിന്റെ തൊപ്പിനെ തല്ലാൻ പോയ തൊപ്പിനെ തല്ലാൻ പോയ ട്രൗസറാ. ഫസ്റ്റ് ഫ്ലോർ. അങ്ങനെ ഗായ്സ് ആരായ്മ നിക്കണ്ടോ കുഞ്ഞോളോട് യൂ ടേൺ എടുക്കാന്? കുട്ടികളൊക്കെ ഈ സോഫി കൂടെ ഇരുന്നോ, മറ്റേ ചെയറിൽ ഇരിക്കുമ്പോളേ. എന്നുവെച്ചാൽ ഇങ്ങോട്ട് സോഫിക്ക് ഇരുന്നോ, ഇതിൽ കയറിയിരുന്നോ? ചെയറിൽ ഇരിക്കണ്ട കേട്ടോ. ആ ഞാനൊക്കെ അവിടെ തന്നെ ഇരിക്കണത്. വേഗം ഇരിക്ക്. കുട്ടികളെയും കൊണ്ട് സോഫിക്ക് ഇരുന്നോ. സോഫിക്ക് ഇരുന്നോ, ഇവിടെ നിന്നിരുന്നു, ഇവിടെ നിന്നിരിക്കും. അബ്രോ നീങ്ങിരിക്ക അബ്രോ. എന്ത് ഇതീ കൂടെ വാ. ആ മാറിക്ക്. ഇങ്ങോട്ടേക്ക് ഞാൻ കൂടെ പോയിക്കോ. കുറച്ച് നീങ്ങിക്ക ഇബ്രാഹിം, കുറച്ച് നീങ്ങിക്ക അബ്രു, കുറച്ച് നീങ്ങിക്ക. ഇബ്രു ആ ചേർക്ക് പോയിരുന്നു. അല്ല അങ്ങോട്ട് നീക്കാൻ മതി ഡിജി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇരിക്കണം. അല്ലെങ്കിൽ ഇജ്ജാണ്ടിരുന്നോ, നമുക്ക് കൂട്ടിനെ വെക്കേണ്ടി വരുമോ? എന്നാ ഇബ്രു അങ്ങോട്ട് ഇരിക്കണില്ലല്ലോ, ഞാൻ ഇരിക്കട്ടെ എന്നാ. അങ്ങനെ ഗായ്സ് അല്പസമയത്തിനകം ഗാലറിയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ടിഷ ബേബി അവതരിപ്പിക്കുന്ന കരച്ചിൽ. കരയില് ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ അലമ്പുണ്ടാക്കരുത് കേട്ടോ. നമ്മളെ ടീമിലല്ലേ? ആ ആ ആ ഓക്കെ. സീറ്റിൽ ചവിട്ടരുത് കേട്ടോ, ചെയറിൽ മാനമര്യാദക്ക് ഇരിക്കുക, മനസ്സിലായോ? അബ്രോ മാനമര്യാദക്ക് ഇരിക്ക. എത്തണില്ലെങ്കിൽ സീറ്റിക്ക് എത്തണില്ലെങ്കിൽ ഇത് വെച്ചിട്ട് അതിന്റെ മേലെ ഇരുന്നാൽ മതി, അപ്പൊ സീറ്റിക്ക് എത്തും. ഓക്കെ അല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ അവസാനം നമ്മുടെ ഷെഫ് ലബാൻ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റിച്ചൂസ് കിച്ചൺ ഉണ്ടാക്കുന്ന മന്തിയേക്കാൾ ഉഷാറായിരുന്നു. മന്തി വ്ളോഗർ റിച്ചൂസ് കിച്ചൺ ഉണ്ടാക്കുന്ന മന്തിയേക്കാൾ ഉഷാറാണോ ഇവിടുത്തെ? കുഞ്ഞോളെ എന്താ അവസ്ഥ? ഉഷാറല്ലേ? ഇബ്രാൻ എനിക്ക് ചോരുവാനോ റൈസ് വേണോ? പറഞ്ഞ എടി അബ്രുവിന് വേണമെങ്കിൽ കുറച്ച് റൈസ് കൊടുത്തോളൂ. കുബൂസിന് എനിക്കൊരു ഊരുണ്ട്. ഞാൻ നോക്കി ഓനെ ഗൈസ് നോക്കി ഇപ്പൊ കുയന്തിലാണ് ഗൈസ്. ഓനെ മൂക്കം നോക്കാണ്. ഓനൊന്ന് പെറി ചെന്നിട്ടൊന്ന് നാലോണം കൊടുക്കണം എനിക്ക് കേട്ടോ ഗൈസ്. പിന്നെ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് രാത്രി എത്ര സമയം കാണിച്ചു കൊടുത്ത? സമയം കറക്റ്റ് 2:45 അല്ലേ നമ്മള് വീട്ടിലെത്തി. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം റിച്ച് നമ്മൾ എന്താണ് പോണേ? അടുത്തല്ലേ കൊല്ലത്തിന് മുണ്ടരുത് കേട്ടോ. ആ മാൻ പോയിക്കോട്ടെ. അപ്പൊ ഗൈസ് കുട്ടികളൊക്കെ നോക്കാണേ ഒക്കെ ഇതാക്കണ് അരിച്ചാലേ മറ്റേ മീൻ കുടുങ്ങിയ എന്താണ് അത് നീച്ചോട്ട് ആടെ ഇരുന്നോ? അന്റെ കാൽമാ ഷൂ തട്ടി അജി അടി അടിച്ചോനെ. ആ അടുത്ത വ്ളോഗിൽ പിന്നെ വീണ്ടും കാണാം. ഉറക്കം വന്നിക്കണെന്ത് ഞാൻ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്ന് പേരില്ലേ ഉറക്കം വരും. 5 മണിക്കൂർ അങ്ങോട്ടും 5 മണിക്കൂർ ഇങ്ങോട്ടും. മൂന്നാർക്ക് 5 മണിക്കൂറിന്റെ അറിയാണ്ട് ഏറ്റവും ചെറിയ ടൂർ മതി. കൂട്ടായിക്ക് 5 മണിക്കൂർ, മൂന്നാർക്ക് 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം പറയും. ഇപ്പൊ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്തിക്കണ്.
അപ്പൊ സൈക്കുന ക്ഷീണിതനാണ് പോയിക്കൊന്ന കൊലയുമ കക്കണവനാണതേ മയത്തെ അതേ വെച്ച കറക്റ്റം പറയാ ഒരു പേടിയാണ്. പുളിങ്കൊമ്പാട് കൊയിഞ്ഞടിയിലാർന്നെ നോക്കേ അതൊക്കെ വേറെ ഓർമ്മ വരും കേട്ടോ.